കുറച്ചധികം പഴം നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഇനി ഇതിരുന്നാലും ഇത് ചിപ്പിൽ പോകും. നമുക്ക് ഇതുകൊണ്ടൊരു ബനാന കൊഴുക്കട്ട ഉണ്ടാക്കി നോക്കാം. ഇതിൻ്റെ തലയും വളക്കരിഞ്ഞാൽ വന്നിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങി കുറച്ച് ശർക്കര നമുക്ക് കുലുക്കിയെടുത്തിട്ടുണ്ട്. അത് അരിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ ചെമ്പിട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചുള്ളതാണ് ഞാൻ കുറച്ച് അവലും കൂടെ ഇട്ടിട്ടുണ്ട്. അവല് അതും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഏലക്കായും ജീരകവും പൊടിച്ചത്, കുറച്ച് കിസ്മസ്, കുറച്ച് ബദാമും കൂടെ ഒന്ന് പൊടിച്ചിട്ടുണ്ട്. ബദാം ഇടുന്ന നിർബന്ധമൊന്നുമില്ല, കാശ്മീരില്ല. ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഫില്ലിങ്ങിനെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പഴവും പൊടിയൊക്കെ കൂടെ ഒന്ന് നനച്ചെടുക്കാം. ഇത് നമ്മൾ നേരത്തെ പുഴുങ്ങാൻ വെച്ച പഴമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കറുത്ത നാരില്ലേ അതൊന്ന് കളഞ്ഞെടുക്കണം. നമുക്കിതൊന്നും ഉടച്ചെടുക്കുക. ഈ പഴം കുറച്ച് അരിപ്പൊടി ഞാൻ അരിച്ച് വെച്ചതാണ്. കുറേശ്ശെ കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നനച്ചെടുക്കണ്ട. സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഉണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മളിതെല്ലാം ഇങ്ങനെ ഉരുട്ടി നല്ല ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് ആദ്യം നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമുക്കിത് എടുത്ത് നോക്കട്ടെ. ഉണ്ട് എങ്ങനെയുണ്ട്? യമ്മി യമ്മി സൂപ്പറാണ്.